മുഹമ്മദൻസ് മുസ്ലിങ്ങൾ നന്നായി അടിച്ച് പീഡിപ്പിച്ച് ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആളുകളാണ് പലരും. ആ ആളുകളൊക്കെ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു തുല്യ വാല്യൂ കൊടുത്തുകൊണ്ട് സഹോദരന്മാരെ പോലെ അവരെ സ്വീകരിച്ച ആളുകളാണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ. അവരെപ്പറ്റി മറ്റു നാടുകളിൽ പോയിട്ട് വേണ്ടാതീനൊക്കെ പറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ആ ഹിന്ദു നിങ്ങൾക്കെതിരെ തിരിയാതിരിക്കാൻ, നമ്മൾക്കെതിരെ തിരിയാതിരിക്കാൻ. മനസ്സിലായോ? നമുക്കിവിടെ ഒരു സ്ഥലം തന്നു, നമുക്കിവിടെ ഒരു ഫ്രീഡം തന്നു, നമുക്കിവിടെ ഒരു ഈക്വൽ റൈറ്റ്സ് തന്നു. ഇതൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ പാകിസ്ഥാൻ ഏരിയയിലേക്ക് വന്ന ക്രിസ്ത്യാനികളുണ്ട്. അവർ പാകിസ്ഥാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കോടീശ്വരന്മാരായിട്ട് പൈസക്കാരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ. പക്ഷെ പാകിസ്ഥാനായി കഴിഞ്ഞപ്പോൾ അവരെ അവിടുന്ന് പുറത്താക്കി. അവർക്ക് സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാതായി ഒരു കൺട്രിയിലും. അങ്ങനെയുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്ത ആളാണ് അമിത് ഷാ. നിങ്ങൾ മോശക്കാരനാണ്, എന്താ പറയുന്നത്, ഈ മുസ്ലിങ്ങളുടെ വാക്കൊക്കെ കേട്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഫാക്ട്സ് പരിശോധിച്ച് നോക്കുന്നില്ല. അവിടെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റിയാണ് ക്രിസ്ത്യൻസ്. അങ്ങനെ വന്ന ഒരുപാട് പേർക്ക് അമിത്ഷാ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും അവരെ ബഹുമാനിക്കാനും ഒക്കെ വിളിക്കപ്പെട്ട വ്യക്തികളാണ്. ഒരുപാട് പീഡനങ്ങളിൽ കൂടെയാണ് ദൈവസഭ വളർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പീഡനങ്ങളിൽ കൂടെ എങ്ങനെയാണ് വളർന്നതെന്നറിയോ? ഈ പീഡനം വരുമ്പം തിരിച്ച് പീഡിപ്പിക്കാത്ത ഒരു ജാതിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ ആളുകളാണ്. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് പീഡനം വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി പീഡിപ്പിക്കുകയാണ്. അതാ വ്യത്യാസം. പീഡിപ്പിക്കുമ്പോൾ തിരിച്ചുപദ്രവിക്കാതിരുന്നു എന്ന് നോക്കിയേ, ഈ പീഡനക്കാരൻ മാനസാന്തരപ്പെടും. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടിയാണ് പറയുന്നത്. നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസ നിമിത്തം എങ്കിലും നിങ്ങൾ തിരിച്ചുപദ്രവിക്കരുത്. നിങ്ങൾ അവരെ സ്നേഹിക്കുക, നിങ്ങൾ അവരെ പറ്റി നല്ലത് സംസാരിക്കുക. നിങ്ങൾ അത്ഭുതപ്പെടുമാർ ആ വ്യക്തികൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും, മാനസാന്തരപ്പെടും. അവർ പറയും തെറ്റുപറ്റിപ്പോയി. അങ്ങനെയാണത്. കാരണം ഈ സുവിശേഷത്തിന്, സ്നേഹത്തിന് അത്രയ്ക്കും ശക്തിയുണ്ട്. ദൈവ സ്നേഹത്തിൻ്റെ അത്രയും ശക്തി വേറെ ഒന്നിനുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ലെങ്കിലും ഈ വചനം വ്യാഖ്യാനിക്കാനും മറ്റുള്ളവർക്ക് പ്രവചനം പറഞ്ഞു കൊടുക്കാനും ഒരു ഹീലിംഗ് കൊടുക്കാനുള്ള വരവും അതൊന്നും നിങ്ങൾക്കില്ലെങ്കിലും നന്നായിട്ട് സ്നേഹിക്കാൻ പഠിച്ചാൽ മതി. നിങ്ങൾ നന്നായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, അതാണ് ഈ നന്നായിട്ട് സ്നേഹിക്കുക എന്നുള്ളത് മലയാളി മനസ്സിലാക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സ്വഭാവം മുഴുവൻ നന്നായ ശേഷമേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലേ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുമ്പോൾ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലേ? ഈ ബൈബിളിലെ വചനങ്ങൾ നിങ്ങളോട്, സ്നേഹത്തിൻ്റെ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലേ? നിങ്ങളുടെ പാപങ്ങളെ വെറുക്കുന്നു. നിങ്ങളുടെ പാപങ്ങളുള്ള ആ വ്യക്തിത്വത്തെ നിങ്ങൾ വെറുക്കുന്നു. ആ വ്യക്തിയെ നോക്കി നിങ്ങൾ പറയുന്നു ഇതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ വെറുക്കുകയും നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യാൻ കഴിവുള്ളവരാകുന്നത്. പണ്ട് C.S. ലൂയിസ് പറഞ്ഞു, മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു, അവരുടെയൊക്കെ പാപങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഇത്രയും പാപങ്ങളുള്ള കക്ഷിയാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ പാപങ്ങളെ വെറുക്കുന്നുമുണ്ട്. ഇനി എൻ്റെ പാപങ്ങളെ ഞാൻ വെറുക്കുന്നത് തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാരണം എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് ദൈവത്തിൻ്റെ ശിക്ഷ വേണ്ട. എന്നെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്ക് ദൈവവുമായിട്ട് ബന്ധം വേണം, എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നത്. അപ്പം എൻ്റെ പാപങ്ങളെ വെറുക്കാനും എന്നിലുള്ള പാപിയെ വെറുക്കാനും എന്നിലുള്ള ആ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാനും എനിക്ക് കഴിയുമെങ്കിൽ മറ്റുള്ളവരിലും ഇതേപോലെയുള്ള വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയെ കാണാൻ പഠിക്കുക. അവരെത്ര പാപികളായിരുന്നാലും അവരുടെ അകത്ത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരിടമുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. അതിനെ നിങ്ങൾ സ്നേഹിക്കുക. ആ പാപത്തെ നിങ്ങൾ വെറുക്കുക. എന്നുവെച്ചാൽ അവരെ പാപങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ വെറുപ്പിക്കുക എന്നല്ല പറഞ്ഞത്. ആ പാപത്തെ മൈൻഡ് ചെയ്യണ്ട, അത് ദൈവം കാണുന്നുണ്ട്. നിങ്ങളല്ല അവൻ്റെ ജഡ്ജ്. അവൻ്റെയും നിങ്ങളുടെയും ജഡ്ജ് ഒന്നാണ്, അത് കർത്താവാണ്. അവൻ ജഡ്ജ് ചെയ്തോളൂ. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. ആ വ്യക്തിയെ ഒന്ന് സ്നേഹിച്ച് നോക്കി, വേറെ ഒന്നും ചെയ്യണ്ട. അവരെ വീട്ടിൽ കൊണ്ടുപോയി ട്രാക്ട് കൊടുക്കണ്ട. അവരോട് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസമായോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, ഞാൻ കുറേ നേരം സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ, ഇത് ചെയ്യുക, അതൊന്നും ചെയ്യണ്ട.
നിങ്ങളൊന്ന് സ്നേഹിച്ച് നോക്കിയേ. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിച്ച് നോക്കി, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നതെന്ന് അയാൾ തന്നെ അത്ഭുതപ്പെടും. ചിലപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്യും. ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. പിന്നെ ആ വ്യക്തിക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അയാളല്ലേ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രാക്റ്റ് കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ കേരളത്തിൽ ട്രാക്റ്റ് വിതരണം ചെയ്ത ആളായിരിക്കും ഞാൻ. 5-6 ട്രാക്റ്റ് ഞാൻ സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മുന്നിലും എല്ലാ സ്ഥലത്തും നിന്ന് ദൈവമേ ഈ വ്യക്തികളൊക്കെ നിന്നെ അറിയണമേ എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ട്രാക്റ്റുകൾ കൊടുത്ത വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പല ട്രാക്റ്റുകൾ ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചുരുട്ടിയിട്ട് മോന്തയ്ക്ക് എറിഞ്ഞിട്ടുണ്ട്. ചിലർ എൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട്. മുസ്ലിങ്ങളുണ്ട് അതിൽ, ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ് അതിൻ്റെയും കമ്മ്യൂണിസ്റ്റ് അതിൻ്റെയും ആൾക്കാരുണ്ട് അതിനകത്ത്. അതൊക്കെ കീറിയിട്ട് എൻ്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ സഹിച്ച് കണ്ട് ക്ഷമിച്ച് അങ്ങനെ അവിടെ നിന്നിട്ട് ഇടിപ്പിക്കുന്ന മോന്തയൊന്നുമല്ല, പൊറപ്പിക്കുന്ന മോന്തയല്ല. എൻ്റെ ആ ശൈലി ഉണ്ടല്ലോ, എൻ്റെ ആ ഗൗരവത്തിൽ ഞാൻ നിന്നിട്ടുണ്ട്. അവരെ ശപിക്കാനോ ഉപദ്രവിക്കാനോ ഞാൻ നിന്നില്ല. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ട്രാക്റ്റുകൾ ഇത്രയും ഞാൻ കൊടുത്തിട്ട് എത്ര പേരാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. അതിൽ 1-2 പേര് ലക്ഷക്കണക്കിന് ട്രാക്റ്റ് കൊടുത്തിട്ട് വിളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവരെ വീട്ടിൽ കിടക്കും ചില ആൾക്കാർ, പിന്നീട് അത് വായിക്കും. കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ നിർബന്ധിച്ചിട്ട് കൊടുക്കാനുള്ള പരിപാടിക്ക് പോകണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കിതിൻ്റെ വില നഷ്ടപ്പെടും. അവർക്കിതിൻ്റെ വില നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്നും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്, ഒരുപാട് മെസ്സേജസ് പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ നമ്മളത് നിർബന്ധിച്ച് കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് അതിൻ്റെ വില ഇല്ലാതാവും. പക്ഷേ അവർക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പന്നികൾക്ക് മുത്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. ഇതിന് വില കൽപ്പിക്കുന്ന ഒരുപാട് കൊർണീലിയോസുമാരുണ്ട്. ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഷണ്ടന്മാരെ പോലുള്ള ആളുകളുണ്ട്. അവരൊക്കെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ആ ഒരു മനുഷ്യൻ ഇത് നന്നായി മനസ്സിലാക്കിയാൽ തന്നെ ചിലപ്പോൾ അയാളുടെ മുഴുവൻ കുടുംബവും മനസ്സിലാക്കും. അവർ വിളിച്ചോളും, അവർ വരും. കാരണം ഈ സുവിശേഷത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്താൽ വരുന്ന ഒരു ശക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ 3-ാമത്തെ ദിവസം ഉയർപ്പിച്ച് എല്ലാവരുടെ മുമ്പിൽ നിർത്തിയ ആ ശക്തി, കർത്താവിൻ്റെ മരണത്തെയും അവൻ്റെ പുനരുത്ഥാനത്തെയും മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തെളിവുകൾ കൊടുത്ത ആ ശക്തി, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇതൊന്നുമല്ല, സ്നേഹമാകുന്ന ആ ശക്തി. ഈ സുവിശേഷം വളർന്നതും ഒരുപാട് പേര് ഇതിൽ വിശ്വസിച്ചതും ഇൻക്വസ്റ്റിൽ കൂടിയും കുറേ ആൾക്കാരെ കൊന്നതിൽ കൂടിയും ഇൻക്വിസിഷൻ കൂടിയും കോളനൈസേഷനിൽ കൂടിയൊന്നും അല്ല. ഇത് സുവിശേഷം വളർന്നത് റോമക്കാരുടെ ഇടയിൽ തന്നെ, കോൺസ്റ്റന്റൈൻ തന്നെ ഈ സുവിശേഷത്തിന് മുമ്പിൽ മുട്ടുമടക്കിയത് സ്നേഹം കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സത്യം മറക്കണ്ട. 200 വർഷം ബ്രിട്ടീഷുകാർ ഭാരതത്തെ ഭരിച്ചു. പവർ കൊണ്ട് സുവിശേഷം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ഇന്ത്യക്കാരും ഈ സുവിശേഷം വിശ്വസിച്ചാണ്. പവർ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ ബാഹ്യമായ സ്കിൽസ് കൊണ്ടോ ഒന്നും ഒരാളെയും ഈ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് വിശ്വസിപ്പിക്കാനും പറ്റില്ല. അത് മിഥ്യാധാരണയാണ്. അവരുടെ ഭാഷ മാറ്റിയത് കൊണ്ടും പറ്റില്ല. അവരുടെ ആചാരങ്ങളെയും വിചാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടും പറ്റില്ല. സ്നേഹിച്ചാലോ ഒരുപക്ഷേ ഒരുപാട് പേര് ഇനിയും കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ടാവും. ആ കാറ് തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവും. അവരത് മേടിക്കും, അവർക്കത് ലഭിക്കും. കാരണം വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആ ചുരുക്കം ചിലരുടെ അടുക്കിലേക്ക് എത്താനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സുവിശേഷത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഫൊർഗിവ്നെസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. ദൈവം തരുന്ന ക്ഷമ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടാണ് ദൈവം തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. പക്ഷേ അത് ചീപ്പായിട്ടുള്ള സാധനമല്ല. അത് ഫ്രീ ആണെങ്കിലും അതിന് നല്ല വിലയുണ്ട്. ഇപ്പം നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യും. എന്താ ബ്ലഡ് വിലയ്ക്ക് വാങ്ങിക്കാത്ത ആരും? വിലയ്ക്ക് അതിനെ വിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്താ കാരണം? അതിനൊരു വില സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് പ്രൈസ്ലെസ് എന്ന് പറയുന്നത് മാതിരിയാണ് കർത്താവായ യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും. അത് പ്രൈസ്ലെസ് ആണ്. ആ പ്രൈസ്ലെസ് ആയിട്ടുള്ള കാര്യം ദൈവത്തിന് ഫ്രീ ആയിട്ടേ നമുക്ക് തരാൻ പറ്റുള്ളൂ. എങ്കിലും അതിന് വിലയില്ലാതാവുന്നില്ല, അതിൻ്റെ വില കുറയുന്നുമില്ല. അതിൻ്റെ വില കുറച്ച് കാണിക്കുന്ന, അതിൻ്റെ വില കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ
ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭാരതനാട്ടിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെത്താനെ ആളുകൾ കർത്താവിനെ അറിയാനായിട്ട് വരും. പൈസക്കാർ വരും, ഭിക്ഷക്കാരും വരും. ആര് വന്നാലും അവരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക. അപ്പോൾ ഈ കുൺവർജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നമുക്കെതിരെയുള്ള അലിഗേഷൻ ഉണ്ടല്ലോ, അതൊക്കെ തീരും. ആ എലിഗേഷനൊക്കെ വരാനും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നാനുള്ള കാരണം എന്താണ്? നമ്മുടെ കുറേ മിസ്ബിഹേവിയറാണ്. നമ്മൾ നമ്മുടെ സുവിശേഷത്തിന് വില കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, നമ്മളിങ്ങനെ അതിനെ ചണ്ടിമാരിയാക്കിയിട്ട് എല്ലാവരും മുമ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ അവരെടുക്കൂല. ആ ബെസ്റ്റ് സാധനം ബെസ്റ്റ് ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെയുള്ളവർ വന്നാൽ മതി. ഇതിനെ ബഹുമാനിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, എല്ലാവർക്കും അല്ല, നിർണയപ്രകാരം, ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28. ഇന്നിപ്പോൾ നമുക്ക് പെർസിക്യൂഷന് ചിലപ്പം ഭയമായിരിക്കും. പെർസിക്യൂഷൻ വന്നാലും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ഇതിനൊക്കെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്. ഇതിനൊന്നും പേടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല എന്നും വെച്ചിട്ട് ഇതിൻ്റെ വില കെടുത്തേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്തവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വാക്യം വാസ്തവത്തിൽ ഗ്രീക്കിൽ നിങ്ങൾ പഠിച്ചാൽ അതങ്ങനെയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരിലൂടെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരിലൂടെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഇതാണ് ശരിയായ ട്രാൻസ്ലേഷൻ. എന്ന് വെച്ചാൽ നമ്മളിൽ കൂടെയാണ് ദൈവം എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. God bless you. Take care.